ഇവിടുന്ന് വാങ്ങിച്ചിട്ട് നിൽക്കത്തില്ല. പോവാന്ന് ചിലപ്പോൾ നടക്കും. ഓമനെ കൊണ്ട് ചെയ്യണമെന്നത് ജയിക്കണമെന്നല്ല. ഇപ്പൊ സാധാരണക്ക് ഇപ്പൊ എന്നാണ് ഓമനെ കൊണ്ട് നിൽക്കുന്നത്. അല്ല, പകല് മുഴുവൻ സ്ഥിരമായിട്ട് ഒരാൾ വേണം. രാവിലെ വന്നാൽ വൈകിട്ട് പോവുക, വൈകിട്ടത്തെ ഭക്ഷണം കഴിഞ്ഞ് അവർക്ക് പോകാം. അങ്ങനെ കിട്ടിയാണ് നല്ലത്. തുണി അലക്കുക, മിറ്റടിക്കുക, പാത്രം കഴുകുക, ഭക്ഷണം ഉണ്ടാക്കുക. ഞാൻ ജോലി എടുക്കാൻ സമയം ഒരു ജോലി ഇനിയിപ്പം വെറുതെ ഇരിക്കുക, അതാ നല്ലത്. അതേ പറഞ്ഞോളൂ. ഞങ്ങൾ ജോലി ചെയ്യുക, വെറുതെ ഇരിക്കുക, പത്തി നോക്കുക. ജോലി ചെയ്യാൻ ദിവസങ്ങളിൽ ഇവിടെ ഇരിക്കുന്ന ദിവസങ്ങളും ആശുപത്രി കിടന്ന ദിവസങ്ങളുമേ ഉള്ളൂ. ഇപ്പൊ നാളെ ഇന്ന് പോവാണെങ്കിൽ എന്നാണേലും മുഖത്തിന് ക്ഷീണം മാറി. അത്രയും നാളത്തൊന്നും അങ്ങനെ
വീഡിയോ ക്യാമറ നിന്റെ മിനിറ്റിരിക്കാൻ ഞാൻ പറഞ്ഞില്ല അവൻ വീഡിയോ പിടിക്കാൻ വന്നത് അവളെ കാണാൻ കുറേ വന്നു എനിക്ക് വന്നു. Can't you throw that stick? സോറി Are you mad? ഞാൻ പല്ലെടുത്ത് വെച്ചില്ല. അതെടുത്ത് വീഡിയോ You're not going to Baskin Robbins. ബോളി I'm not going to spend. ഇത് പാക്ക് Fool. കണ്ണാടി ചെരുപ്പ് പല്ലൊരു കപ്പിനകത്ത് ഇടണോ ഞാൻ സ്ഥിരം അതിനകത്ത് ഇടാം അവിടെ നടക്കാവുള്ളൂ എന്നെ പോലെ അമ്മച്ചിക്ക് മറവി. പിന്നെ ചോദിച്ചിരിക്കട്ടെ നമുക്ക് തന്നേച്ച് പോകാനേ നടക്കുകയില്ല എന്നാ കണ്ടു. അയ്യോ അതെ ആരെ വിളിച്ച എന്നെയാണോ? മാറ്റാനോ? കരടി. അങ്ങോട്ട് മാറാൻ. പപ്പ ഒരു കപ്പള മീശക്കാരനായിട്ട് ഇരിക്കുന്ന ഒരു പടം ഞാൻ കേട്ടോ അമ്മ. തിക് മൂഷ്. പ്രാവശ്യം വന്നപ്പോ മീൻ കുളം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് സെറ്റിംഗ് കൊണ്ട് സെറ്റിംഗ് ഇഷ്ടം അതൊക്കെ പുള്ളിയുടെ ഐഡിയ മീനില്ല ഹലോ ജഗമോഹനാണ്. ഹലോ കേൾക്കുന്നില്ല കണ്ടില്ലേ അവസ്ഥ പറഞ്ഞു അത് അമ്മച്ചിയുടെ എടുത്തോണ്ട് പോയി. ശരിക്കും തേച്ച് വെട്ടിയില്ല ഇതിനകത്ത് വെക്കാൻ സ്ഥിരം ഒരു ഉരുളി മേടിച്ചാന്ന് വെക്കണം അല്ലാതെ ഇപ്പൊ ഈ അടുക്കള ഇരിക്കുന്ന എപ്പോഴും അങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടു നടക്കാറുള്ളൂ ഹലോ പോലീസ് സ്റ്റേഷൻ ഹലോ പോലീസ് സ്റ്റേഷൻ ഓക്കെ ഞാൻ പൊപ്പനെ വിളിച്ചു പോലീസ് സ്റ്റേഷനാണ് അപ്പൊ ഫയർ സ്റ്റേഷൻ പല്ല് കിട്ടിയില്ലേ? അയ്യോ
പട്ടിക്കൂട്ടിൽ വല്ല വേണം. ഹലോ ചേട്ടാ അബുദാബിയിലേക്ക് വിളിക്കാൻ പറ്റില്ല. ഒരു രൂപ എനിക്ക് കിട്ടി. കിട്ടിയോ? കിട്ടിയോ പല്ല? കിട്ടി കിട്ടി. ഞാൻ പറഞ്ഞില്ല എന്തായാലും ഞാൻ കിടന്ന ഈ കിടന്നിടത്തും നടന്നിടത്തും ഒന്നുമല്ല. അതൊരു ക്ലാസ്സോ ഒരു കപ്പോ അവിടെ ഉണ്ടാവുള്ളൂ. അതാ വാഷ് ബേസിന്റെ എവിടെയായാലും അത് സ്ഥിരം അതിന്റെ സ്ഥാനമാണ്. എവിടെ കിടന്നാലും അവിടെ സ്ഥലത്ത് കൊണ്ടിട്ടേ കിടക്കാവുള്ളൂ. ആരും ഓടിക്കാൻ മതി. Do you know what lies beyond that shores? Your ass. Immortality. Take it. It's yours. അവിടെ ചെന്നിട്ടമ്മ It's recording? It's recording? Yes. എടുത്തോ മോനെ ആണോ? കാണിച്ചില്ലേ? കാണിച്ചു കിട്ടിയല്ലേ? ഫോട്ടോ ആയിട്ട് കിട്ടത്തില്ല. അഞ്ച് പല്ലുകളൊക്കെ ഞാനോ? ഞാനിത് ആദ്യം പോയി എല്ലാം ഒന്ന് പിടിക്കട്ടെ. ഇനി അപ്പുറത്ത് പോകാം. അപ്പുറത്ത് പോയി ക്രിസ്മസിനും ക്രിസ്മസ് പള്ളി ക്രിസ്മസ് വീട്. അയ്യോ It didn't get enough oxygen. ആ ബാബു വെളിയിട്ടിട്ട് തുറന്നു പോയിട്ടാണ് ഡെഡായിട്ട് ഡെഡ് ടോട്ടു പാവം. അയ്യോ വയറ് കിടക്കുന്നത്. കത്തിയോ ശശി ഞാനും കൂടി നിൽക്കുന്നതെല്ലാം പിടിച്ചെടുത്തു. രാവിലെ പോയി
പോയായിരിക്കും അവിടെ കാണുന്നുണ്ട് വണ്ടി അവിടെ കിടക്കുന്നു. അതിപ്പോ ഞാൻ ഇറക്കിയിട്ട് ആ ശശി ഇറക്കിട്ടോ. മഞ്ചി ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. പുതിയ എന്താണ് ആ ചെടിക്ക് എനിക്കൊന്നും അരി പുറത്ത് എന്ത് ചെയ്യുന്ന ഊരുകയില്ല. അപ്പത്തിന് വയ്യായില്ല. അപ്പത്തിന് ഇപ്പോഴും സുന്ദരനായിട്ടില്ല. അത് അപ്പുറത്തെ ഓമ്മച്ചി പറയാണ്, അമ്മച്ചി തലക്കേന്ന് മാറുകയില്ല, അപ്പൊ ചിരിക്കുകയില്ല. ഒരാളോ രാജു വേണ്ട രാജു അല്ല വേറൊരാളെ തപ്പുന്ന ആരാണ്? രൂപനെയായിരിക്കും. ഫ്രണ്ട് അവൻ അപ്പത്തന്നെ ഇങ്ങനെ സഹായിച്ചോണ്ടാവും നടക്കുക. അപ്പം വന്നില്ല, അവിടെയുണ്ട്. അപ്പൊ തന്നെ അരുണിന്റെ കൂടെ അവനുണ്ട്. അടുത്ത ട്രിപ്പ് വരും. നിങ്ങൾ ഇനി അങ്ങോട്ട് പോകുന്നില്ല, പോയിട്ടാ അതാ പിന്നെ കേറണ്ടല്ലോ, അങ്ങ് പോയാ ഞങ്ങളിന്ന് പോവുക. ഇന്ന് വൈകിട്ട് ഞങ്ങൾ പോവുക, കേശയ്ക്ക് പോവുക. അതാ വളരെ പ്രയാസമുണ്ട്. പോയേച്ച് വരും. പോയിട്ട് ഇനി ഞങ്ങൾ വരുമ്പോ അപ്പത്തന്നെ ഇങ്ങനെ നല്ല നടക്കും. എന്താണ് ഇവിടുന്ന് കുറച്ച് ആരോഗ്യമായിട്ട് വരും. അതാ പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം വന്നേച്ച് പോയപ്പോഴും നമ്മൾ ആശുപത്രിയിൽ അല്ല, കഴിഞ്ഞ പ്രാവശ്യം പെട്ടെന്ന് അപ്പച്ചന് ഇതുപോലെ ഒരു മരപ്പൂ പോലെ വന്നു. നിങ്ങൾ അതിന്റെ മുമ്പത്തെ പ്രാവശ്യം ആശുപത്രിയിലായിരുന്നു. അപ്പൊ തന്നെ ക്ഷീണം മാറിയിട്ട് അവിടെ വരുമ്പോഴും അപ്പൊ തന്നെ ഇപ്പൊ ഉച്ച കഴിയുമ്പോൾ ഇച്ചിരി ബെറ്റർ ആവും. അല്ല അയ്യോ പറഞ്ഞിങ്ങനെ പറഞ്ഞു കഴിയേ ഉള്ളൂ. അവിടെ അമ്മച്ചി ഉണ്ടല്ലോ ഒരാഴ്ച താമസിച്ച് പോരും. ഇല്ല അപ്പൊ തന്നെ ക്ഷീണമൊക്കെ മാറി. കൊമ്പെടുക്കാനായി. ആ അപ്പൊ നല്ല സുന്ദരനായിട്ട് ജെറ്റിയൊക്കെ ഉണ്ടോ? ഓ എനിക്ക് ഇരിക്കണ്ടേ, ഞാൻ ഓറഞ്ച് രാജു മേടിച്ചോണ്ടിരുന്ന ഓറഞ്ചിന് നല്ല നല്ലതാ. ഞാനിപ്പം രാവിലെ രണ്ട് പാലക്കും ഒരു മുട്ടയും തിന്നു. വിശേഷം ഇവിടെ എത്രയൊക്കെ സംസാരിക്കാനും ഇതാണ്. കല്യാണം കല്യാണങ്ങളെ കൂടാനൊക്കെ ഉടനെ ആവും. ഉച്ചക്ക് ചോറ് കഴിക്കുമോ? കഞ്ഞി ഉച്ചക്ക് ചോറാണോ കഞ്ഞിയാണ്? ചോറോ ചോറാണോ ഇത് കഞ്ഞിയാണോ? മാലയോ? അല്ല ചോറ തീരെ ചെറുതാണ്. ഭാഷനാ ചോറായിട്ടാ അത് അതൊക്കെ അറിയാം. മോനും അവിടത്തേക്ക് അമ്മച്ച ഭയങ്കര ചിരിയ. ഇപ്പോഴാണ് ഉണർന്നത്. ഭയങ്കര കൂർക്കം വലിയ ഉറക്കത്തിന്റെ സുഖം കൊള്ളിയാണ്. സരിക്കുട്ടിക്ക് ഇപ്പം ഷുഗറിന് ഒക്കെ നോർമലാണോ? എന്നും 10 നോക്കി മടുത്തു. അല്ല വണ്ണമൊക്കെ അപ്പൊ പാകം. നീ കൊറേ വേണ്ട. അല്ലേ അപ്പച്ച? ആ കർത്താവിന്റെ ജീവന്റെ ബലം ഞാൻ ആരെ പേടിക്കും അല്ലേ? പക്ഷെ വീട്ടിലോട്ട് പോകുന്നേ ഇല്ലല്ലേ? പോയില്ല. പക്ഷെ അപ്പൊ തന്നെ വീട്ടിലൊന്നും പോവുക. ഒരു ദിവസം വീട്ടിൽ പോയി നടന്നു. എന്നാണ് അങ്ങനെ ഞങ്ങളാവുന്ന പറഞ്ഞു.
ഉറക്കം വരണമെങ്കിൽ രാത്രിയിലാ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. ഇപ്പൊ രണ്ട് ഈ വൈകിട്ട് പോയി വന്ന പിന്നെ കഴിഞ്ഞ രാത്രി ഉറങ്ങി. ഭയങ്കര പ്രശ്നമാണ്. ഇറങ്ങി പോകാനുള്ള ആക്കാപസന ഇല്ല. അപ്പൊ നമ്മള് പിടിക്കുമ്പോ ദേഷ്യം ഭയങ്കര ദേഷ്യപ്പെടും. അതിന്റെ ഒരു ഭാഗമാണ്. ഇതിന്റെ രാത്രിയിലാണ് പറയുന്നത്. ആദ്യം മരുന്നിപ്പോ മാറ്റി. അതെ ഈ ഡോക്ടർ അവരോട് പറയുന്ന പോലെ തന്നെ അനുസരിച്ച് ഇന്ത്യൻ നേഴ്സുമാരെ അവരതിന്റെ സമയത്തിന് മരുന്നും കൊടുത്ത് കൂടെ തിങ്കളാഴ്ച അങ്ങ് പോവുകയാണെങ്കിൽ ഒരാഴ്ചത്തെ റെസ്റ്റുമായി. എനിക്കും റെസ്റ്റ് എവിടെയാണ് ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. ഞാൻ വീട്ടിലാണെങ്കിൽ ഈ കൊടുക്കുന്ന 100 കൂട്ടം ചിലപ്പം സമയം തെറ്റിപ്പോകും, ചിലപ്പോൾ മറന്നു പോകും. അതിൻ്റെ ഇടയിലല്ലേ ചെയ്യണം. ഇവിടെയാണെങ്കിൽ കൃത്യമല്ല സമയത്ത് കൊടുക്കും. ഇച്ചിരി ഒരു ശാന്തത കിട്ടട്ടെ. അല്ല പെട്ടെന്ന് ബോധമൊക്കെ ആയി. വാച്ചിക്കൊണ്ട് ജോലിക്ക് പോയോ? പോയാണ് ആ വാച്ച് രാജുവിന്റെ കയ്യെ കിടന്ന് നിങ്ങൾ മൺറാട്ട് പോയ വഴിക്ക് ഇനി വാച്ച് എന്നോട് ചോദിച്ചു ആ സമയത്ത് എന്തിനാ വന്ന രാത്രിയാന്ന് പറഞ്ഞത്. അത് കുറെ നാളായിട്ടുണ്ട്. പകലും രാത്രി വീട്ടിൽ ചലിക്കുട്ടിമാർക്ക് എന്നാ തിരിച്ചു ഇവിടുന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ശശിയോട് തലമൊക്കെ ചോദിച്ചു അവിടെ നിന്ന് നേരം വേണം. അവിടെ 3 മണിക്കല്ലേ ഉച്ചകഴിഞ്ഞിറങ്ങിയാൽ കഴിഞ്ഞാൽ രാവിലേക്ക് പോകാം. വീട്ടിലോട്ട് വിളിച്ചാൽ ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് അവിടുന്ന് രാവിലെ പോന്നാം. പറ്റം പറഞ്ഞത് മനസ്സിലായില്ല അവർക്ക്. ഒട്ടും മനസ്സിലായില്ല. രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവന്റെ ബലം. ഞാൻ ആരെ പേടിക്കും? എൻ്റെ കർത്താവേ, സ്തോത്രം. എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയ്ക്കണമേ, ബലപ്പെടുത്തണമേ, സഹായിക്കണമേ, ആശ്വസിപ്പിക്കണമേ. എൻ്റെ നാഥ ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. അവിടുത്തെ ആത്മാവിൽ നിറച്ച്, അവിടുത്തെ ശക്തിയാൽ നിറച്ച്, എൻ്റെ ദൈവമേ നിന്റെ ബലത്താൽ നിറച്ച്, ഹല്ലേലൂയ, അവിടുത്തെ കൃപയാൽ നിറച്ച് എൻ്റെ മകനെ സൂക്ഷിക്കണം കർത്താവേ. വിടുതൽ തരണം കർത്താവേ. എൻ്റെ കർത്താവേ, യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നതാണല്ലോ. അവിടുത്തെ രക്തത്താൽ കഴുകണമേ. നീ ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ച രക്തം, ഹല്ലേലൂയ, ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ രക്തം, എൻ്റെ ദൈവമേ ആ രക്തത്താൽ മുദ്ര ചെയ്തിട്ട് അവനെ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏൽപ്പിക്കുകയാണ് ദൈവമേ. ഹല്ലേലൂയ, അവിടുത്തെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ. ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രയാകുന്നു. മനുഷ്യൻ വെറും നിഴലായി നടക്കുന്ന നിശ്ചയം. എൻ്റെ ദൈവമേ ഞങ്ങളുടെ പ്രത്യാശ അവിടുന്ന് ആകുന്നു. ഞങ്ങളുടെ പ്രാണപ്രിയൻ വരുമ്പോൾ അവനോടുകൂടെ തേജസ്സിൽ എതിരേൽക്കുവാൻ തക്കവണ്ണം ഒരുക്കമുള്ളവനായി ജീവിപ്പാൻ തക്കവണ്ണം ഇതിന് മകനെ സഹായിക്കണമേ, ബലപ്പെടുത്തണമേ, കൃപയെ സൂക്ഷിക്കണം കർത്താവേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം.
ഇത് സ്വർണ്ണമാണോ അത്?